നന്നായി സംസാരിക്കാൻ അറിയുന്ന കുട്ടികളെ കാണുമ്പോൾ പണ്ട് മുതലേ മുതിർന്നവർ പറയുന്നതാണ്, വലുതാകുമ്പോൾ നീ വക്കീലാകണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ, യെസ്, വക്കീലാകാനുള്ള ഒരു ക്വാളിറ്റി അതാണ്. പക്ഷേ വേറെ എന്തൊക്കെ സ്കിൽസാ വേണ്ടത്? എങ്ങനെയാണ് ഈ കോഴ്സ് പഠിക്കേണ്ടത്? എന്താ ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഒരു വക്കീലാവുക? എങ്ങനെയാ ഒരു ജഡ്ജിയാവുക? എന്തെല്ലാം കൺഫ്യൂഷൻ ഉണ്ട് ഈ ഒരു പ്രൊഫഷനെ കുറിച്ച്. അപ്പോ ആ സംശയങ്ങൾ നമുക്ക് മാറ്റിത്തരാൻ റൈറ്റ് പേഴ്സൺ ആരാണ്? ഓഫ് കോഴ്സ് ഒരു വക്കീൽ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് ഹൗ ടു ബിക്കം സീരീസിൽ നമ്മളോടൊപ്പം ഉള്ളത് ഒരു വക്കീലാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാനായി മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ആ ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്യുക. ഹലോ അഡ്വക്കേറ്റ് രഞ്ജിത്ത്, വെൽക്കം. ഹലോ. നമ്മൾ പല സമയത്തും പല തരത്തിലുള്ള ലോ ഡിഗ്രി പ്രോഗ്രാംസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ചിലത് 3 ഇയർ പ്രോഗ്രാം എന്ന് കേട്ടിട്ടുണ്ട്, ചിലത് 5 ഇയർ എന്ന് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഈ ലോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര വർഷം വേണം? ഡിപ്പെൻസ് ഓൺ നമ്മളുടെ ഏത് കോഴ്സാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതനുസരിക്കും. അപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 12th കഴിഞ്ഞ ഒരാളാണെങ്കിൽ, ഹയർ സെക്കൻഡറി കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഹി ക്യാൻ ഗോ ഫോർ ദ 5 ഇയർ കോഴ്സ്. 5 കൊല്ലത്തെ കോഴ്സിനെ പോവാം. ഇനി 3 ഇയർ കോഴ്സ് പോകാൻ പറ്റുന്നത് ഇപ്പോൾ ഓൾറെഡി ഒരു ഗ്രാജുവേഷൻ ഉണ്ട്, ഹി ഹാസ് കംപ്ലീറ്റഡ് BCom കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ BA കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ കോഴ്സ് ആൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ഹി ക്യാൻ ഗോ ഫോർ ദ 3 ഇയർ കോഴ്സ്. 3 കൊല്ലത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ എവിടെ വരെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ലെവൽ അനുസരിച്ചിട്ടാണ് നമ്മൾ 5 ഇയർ കോഴ്സിൽ പോകണോ അതോ 3 ഇയർ കോഴ്സിൽ പോകണോ എന്ന് നമ്മൾ തീരുമാനിക്കും. അഡ്വക്കേറ്റ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞ ഒരാൾ അപ്പോൾ തന്നെ ലോ ഡിഗ്രിക്ക് വേണ്ടി പെർസ്യൂ ചെയ്യുവാണെങ്കിൽ ഇത് 5 വർഷം കൊണ്ട് കഴിയും. ഇനി അല്ല, ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് തീരുമാനം എടുക്കുന്നത് എങ്കിൽ 1 വർഷം എക്സ്ട്രാ പോകും. ആം ഐ റൈറ്റ്? ഷുവർ, അത് കറക്റ്റ് ആണ് അത് പറഞ്ഞത്. ഇപ്പോൾ ഒരാൾ ലോയ്ക്ക് ആണ് പോകുന്നതെന്ന് തീരുമാനിച്ചാൽ, ഇഫ് ഹി ഡിസൈഡ്സ് ആഫ്റ്റർ 12 ദാറ്റ് ഐ വാണ്ട് ടു ബി എ ലോയർ, അല്ലെങ്കിൽ ലോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷനാണ് അല്ലെങ്കിൽ ജോലിയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അയാൾ അപ്പോൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസിയർ ഫോർ ഹിം. അയാൾക്ക് 5 ഇയർ LLB കോഴ്സിൽ ചേരാവുന്നതാണ്. അപ്പോൾ ഈ 5 കൊല്ലം കൊണ്ട് അയാളുടെ ബേസിക് ഗ്രാജുവേഷനും ഈ പ്രൊഫഷണൽ ഗ്രാജുവേഷനും രണ്ടും കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം ഒരു ഗ്രാജുവേഷൻ എടുക്കണം, അത് കഴിഞ്ഞ് ലോയ്ക്ക് ചേർന്ന് ലോയ്ക്കുള്ള 3 കൊല്ലവും കഴിയും. അപ്പോൾ 6 കൊല്ലം വരും. ഈ 5 ഇയർ കോഴ്സ് ആണെങ്കിൽ നാച്ചുറലി ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് 5 കൊല്ലം കൊണ്ട് കഴിയും. 1 കൊല്ലം ലാഭമാണ്. അതാണ് അതിന്റെ ബെനിഫിറ്റ്. 12ാം ക്ലാസ് കഴിഞ്ഞ് ലോയിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ BA LLB, അതുപോലെ തന്നെ BCom LLB, BBA LLB, ഇങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകൾ കേട്ടിട്ടുണ്ട്. ഇതിൽ ബാച്ചിലർ ഡിഗ്രി എന്ന് പറയുന്നത് BA എടുക്കുന്നതാണോ, BCom എടുക്കുന്നതാണോ, BBA എടുക്കുന്നതാണോ, എന്തെടുക്കുന്നതാണ് നല്ലത്? അങ്ങനെ ഒരു കാര്യം നമ്മൾ കൂടുതൽ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതാണോ, അതോ ഏതെടുത്താലും നല്ലത് എന്നുള്ളതാണോ? അതിന്റെ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ്, നമ്മളുടെ താല്പര്യങ്ങൾ, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മളിത് തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന് ആർട്സ് സബ്ജക്റ്റ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾ ആർട്സ്, പൊളിറ്റിക്സ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്ന BA LLB എടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമാവും. ഇനി അതിന് പകരം ഇദ്ദേഹം കൊമേഴ്സ് സബ്ജക്റ്റ് താല്പര്യമുള്ളതാണ്, അക്കൗണ്ടിങ് താല്പര്യമുള്ള ആളാണ്, ഇത്തരം കാര്യങ്ങളിലേക്കാണ് താല്പര്യം ഉള്ളതെങ്കിൽ അദ്ദേഹം BCom LLB എടുക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യമാവുക. ഇനി ഇദ്ദേഹത്തിന് മാനേജ്മെന്റ് സ്റ്റഡീസ്, ഇദ്ദേഹത്തിന് ഒരു MBA ആണ് ഇദ്ദേഹത്തിന്റെ ഫർദർ ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാനേജീരിയൽ പൊസിഷനാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഈ സ്റ്റുഡൻറ്റിന് ഈ BBA LLB ആയിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ആവുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ LLBയുടെ കൂടെ വേണ്ട കോമ്പിനേഷൻ ഡിഗ്രി ഏതാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കും. ഓരോരുത്തർക്കും അത് വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്ന സമയത്തെ ആദ്യത്തെ 3 വർഷം BBA പഠിക്കുന്നു, അത് കഴിഞ്ഞ് 4ാമത്തെ വർഷം ആകുമ്പോഴത്തേനും ലോയിലേക്ക് എൻ്റർ ചെയ്യുന്നു, അങ്ങനെയാണോ? അതോ ഈ 5 വർഷവും നമ്മൾ ലോ റിലേറ്റഡ് സബ്ജക്ട്സ് കൂടി മിക്സ് ചെയ്തിട്ടാണോ പഠിച്ചു വരിക? ആക്ച്വലി ഈ 5 കൊല്ലത്തില് ഈ ഇന്റഗ്രേറ്റഡ് LLB കോഴ്സ് എന്നാണ് ഇത് പറയുന്നത്. ഈ 5 കൊല്ലത്തിലും ഈ 2 തരം സബ്ജക്റ്റുകളും, അതായത് നമ്മളെടുക്കുന്ന കോമ്പിനേഷൻ ഡിഗ്രിയുടെ സബ്ജക്റ്റുകളും ലോ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും ഇന്റർമിക്സ് ചെയ്തിട്ടാണ് ഇവരുടെ സിലബസുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ ആദ്യത്തെ 2 കൊല്ലം ഡിഗ്രി മാത്രം പഠിക്കുന്നു, അത് കഴിഞ്ഞ്
മൂന്നാം കൊല്ലം തൊട്ട് ഈ ലോ ഗ്രാജുവേഷനോട് ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിക്കുന്നു അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ പഠിക്കുന്നു. അങ്ങനെയല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പൊ അഡ്വക്കേറ്റിന്റെ പുറകിൽ നോക്കിയാൽ തന്നെ എന്തോരം പുസ്തകങ്ങളാണ് ഉള്ളത്. ശരിക്കും ഈ പുസ്തകങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാതെ പഠിച്ച് മെമ്മറൈസ് ചെയ്യേണ്ടതാണോ? സിനിമ കാണുമ്പോഴും ഒക്കെ കണ്ടിട്ടുണ്ട്, ഏത് വക്കീലിന്റെ മുറി കാണിച്ചാലും ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാവും. ഇത് അത്രയും നമ്മൾ മെമ്മറൈസ് ചെയ്യണോ അത് റെഫർ ചെയ്താൽ മാത്രം മതിയോ? ഇത് റെഫറൻസ് ബുക്കുകളാണ്. ഇനി ഇത് വായിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അത് വായിക്കേണ്ടതുമാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ ലോയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റീഡിങ് വളരെ എസെൻഷ്യൽ പാർട്ട് ഓഫ് പ്രൊഫഷനാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഇപ്പോൾ നമ്മൾ കോമൺ ലോ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ജുഡീഷ്യൽ പ്രീസിഡൻസ് എന്ന് പറയും. നമ്മുടെ ഹൈക്കോടതി അതുപോലെ തന്നെ സുപ്രീം കോടതി, ഈ കോടതികൾ ഹയർ കോർട്സ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സ് ആണ്. ഈ കോർട്സ് ഓരോ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ കേസുകളിൽ തീരുമാനം ഉണ്ടാകുന്നത്. ഈ പ്രിൻസിപ്പിൾസ് അതേപടി ഫോളോ ചെയ്യാനായിട്ട് ലോവർ കോർട്സ് ബാധ്യസ്ഥരാണ്. അപ്പോൾ സുപ്രീം കോടതി ഒരു കേസിനെ പറ്റിയിട്ട് ഒരു പ്രത്യേക ലോജിക് ഉപയോഗിച്ച് ആ കേസ് തീരുമാനമാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രത്യേക ഫൈൻഡിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അത് ഇന്ത്യയിലുള്ള എല്ലാ ഹൈക്കോടതികൾക്കും ബാധകമാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ലോവർ കോടതികൾക്കും ബാധകമാണ്. ഈ ഹൈക്കോടതിയാണ് പറയുന്നതെങ്കിൽ ആ ഏത് ഹൈക്കോടതിയാണോ പറഞ്ഞത് ആ സ്റ്റേറ്റിലുള്ള എല്ലാ ലോവർ കോർട്സും അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനാണ് പ്രീസിഡൻസ് എന്ന് പറയുന്നത്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇങ്ങനെ പറയുന്ന ഓരോ കേസുകളിലും കൊടുക്കുന്ന ജഡ്ജ്മെന്റ്സ് ഇത് ഞങ്ങൾക്ക് പീരിയോഡിക്കലായിട്ട് റിപ്പോർട്ട് ചെയ്ത് ജേർണൽസ് ആയിട്ട് വരും. ഈ ജേർണൽസ് ബൈൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്ന ബുക്കുകളാണ് ഈ ലോയേഴ്സിന്റെ ഓഫീസിൽ മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ വളരെ പഴയ കാലം തൊട്ടുള്ള ജഡ്ജ്മെന്റ്സ് തുടങ്ങി ഞങ്ങളങ്ങനെ ഓരോ ഓഫീസിലും ഇത് ബൈൻഡ് ചെയ്ത് കീപ്പ് ചെയ്തിരിക്കും. അതൊരു ഇൻഡിസ്പെൻസിബിൾ ടൂളാണ്. ഇതൊക്കെ ഞങ്ങൾ ഓരോ കേസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് പലപ്പോഴും ചില കേസുകൾ ഫ്രീക്വന്റ് ആയിട്ട് വേണ്ടി വരും, ചില കേസുകൾ ഫ്രീക്വന്റ് ആയിട്ട് ആവശ്യം വരില്ല, വല്ലപ്പോഴേ വേണ്ടി വരുള്ളൂ. ആ പെർട്ടിക്കുലർ തരത്തിലുള്ള കേസ് വരുമ്പോൾ നമ്മൾ ഉടനടി നമുക്കത് അവിടെ ഉണ്ടെന്ന് അറിയണം. ഇന്ന കോടതി ഇന്ന കൊല്ലം ഇന്ന കേസിൽ ഇന്ന ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട്, ആ വിധിയെ പറ്റി നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അതിന് വേറെ ടൂൾസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നമ്മളുടെ പ്രാക്ടീസിൽ കൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ഒരു തരത്തിലുള്ള ബുക്ക്. രണ്ടാമത്തെ തരത്തിലുള്ള ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസ് ബുക്കുകളാണ്. ഓരോ ലീഗൽ സബ്ജക്റ്റിനെ പറ്റിയിട്ടും ഇതിൽ വളരെ എക്സ്പെർട്ടീസ് നേടിയിട്ടുള്ള ജൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ഇവര് ഇതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള ബുക്കുകളാണ്. ആ നിയമത്തിലെ ഓരോ സെക്ഷനുകളെ പറ്റിയിട്ടും അവരുടെ അഭിപ്രായങ്ങളും പല കോടതികളുടെയും അഭിപ്രായങ്ങളും ഒബ്സർവേഷൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള റെഫറൻസ് ബുക്കുകൾ അല്ലെങ്കിൽ കമന്ററീസ് എന്ന് പറയും. ഇതും ഞങ്ങളുടെ ഒരു ഇൻഡിസ്പെൻസിബിൾ ടൂളാണ്. ഈ കേസ് ലോസിനെ സംബന്ധിച്ചിടത്തോളം ഡൈജസ്റ്റുകൾ ഇറങ്ങും. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും ഓരോ വിഷയത്തിലും ഓരോ നിയമത്തിലെയും ഓരോ സെക്ഷനെ പറ്റിയിട്ടും അതിൽ വന്നിട്ടുള്ള ജഡ്ജ്മെന്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പീരിയോഡിക്കൽ ഡൈജസ്റ്റുകൾ വരും. ഇത്തരം ഡൈജസ്റ്റുകളും ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബുക്കുകളിൽ നിന്ന് മാറി ഇത് സോഫ്റ്റ്വെയർ ഫോമിലും ഇന്റർനെറ്റിൽ ഓൺലൈനായിട്ടും ഒക്കെ അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലായത് എന്തിനാണ് ഈ പുസ്തകങ്ങളൊക്കെ എപ്പോഴും പുറകിലുള്ളത് എന്നുള്ളത്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറൈസ് ചെയ്തില്ല എങ്കിലും വായന എന്നുള്ള സ്കിൽ ഉണ്ടായേ പറ്റുള്ളൂ, റൈറ്റ്? തീർച്ചയായിട്ടും. അപ്പോ നമ്മൾ ഈ ലോ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുമ്പോൾ എന്തൊക്കെയാ ഇതിലെ സിലബസ് ഉള്ളത്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ വർഷം മുതൽ പഠിച്ചു വരും എന്നത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് വളരെ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഇതൊന്നും പഠിച്ചാലും നമുക്കൊരു കോടതി റൂമിലേക്ക് നമ്മൾ എക്യുപ്ഡ് ആവില്ല. ബേസിക്സ് എന്ന നിലയ്ക്ക് തന്നെ ധാരാളം സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഉദാഹരണത്തിന് ലീഗൽ ഹിസ്റ്ററി, ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫി ഓഫ് ലോ എന്നാണ് അർത്ഥമാക്കുന്നത്. പിന്നെ നടപടി നിയമങ്ങളുണ്ട്. ഓരോ തരത്തിലുള്ള കോടതിയും എങ്ങനെ പ്രവർത്തിക്കണം, ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കണം, അതിന്റെ സിസ്റ്റം, അതിനെ പറയുന്ന പ്രൊസീജിയറൽ ലോസ് എന്നാണ്. ഉദാഹരണത്തിന് സിവിൽ കോടതി പ്രവർത്തിക്കുന്നതിന് അതിനൊരു മെത്തേഡ് ഉണ്ട്. ക്രിമിനൽ കോടതി പ്രവർത്തിക്കുന്നതിന് അതിനൊരു മെത്തേഡ് ഉണ്ട്. സിവിൽ കോടതി പ്രവർത്തിക്കുന്ന മെത്തേഡിനെ നമ്മൾ സിവിൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയും. ക്രിമിനൽ കോടതികൾ പ്രവർത്തിക്കുന്ന മെത്തേഡിനെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പറയും, അല്ലെങ്കിൽ ക്രിമിനൽ നടപടി നിയമം. ഇത്തരം നിയമങ്ങൾ നമുക്ക് പഠിക്കണം. പിന്നെ നമുക്ക് തെളിവുകൾ എങ്ങനെ അപഗ്രഥിക്കണം, എങ്ങനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ സാധാരണ ഒരാൾ ലേമാൻ എന്ന് പറയും, ഇദ്ദേഹം തെളിവായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന കാര്യം ചിലപ്പോൾ കോടതിയിൽ അത് തെളിവായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന നിയമം ഏതൊക്കെയാണ് തെളിവായിട്ട് കോടതി പരിഗണിക്കുക, ഏതെല്ലാം തെളിവായിട്ട് പരിഗണിക്കാൻ പറ്റില്ല, ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നതാണ് ലോ ഓഫ് എവിഡൻസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പിന്നെയുള്ളത് ലോ ഓഫ് ക്രൈംസ്, ക്രൈമുകളെ പറ്റിയിട്ടുള്ള നിയമം. അതായത് ഇപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിലെ വിവിധ സെക്ഷനുകൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്.
പിന്നെ ഈ ഇന്ത്യൻ പീനൽ കോഡിന് പുറമെ പല ക്രിമിനൽ നിയമങ്ങളും വന്നിട്ടുണ്ട്. അതും നമുക്ക് ഡിപ്പെൻഡിങ് ഓൺ ദ കൈൻഡ് ഓഫ് സിലബസ് നമുക്ക് പഠിക്കാനുണ്ടാവും. പിന്നെ ക്രിമിനോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ ഈ ഷിപ്പും അതിലുള്ള ട്രാൻസ്പോർട്ടേഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മാരിടൈം ലോ പഠിക്കാനുണ്ട്. പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള നിയമങ്ങളെ സംബന്ധിച്ച് ഇന്റർനാഷണൽ ലോ, പിന്നെ പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ടുള്ള നിയമങ്ങൾ, പ്രോപ്പർട്ടി ലോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ എന്താണെന്നുണ്ടെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ലേമാൻ, ഒരു സാധാരണക്കാരൻ ഒരു നിയമം വായിക്കുന്നതും ഒരു ലോയർ അല്ലെങ്കിൽ ഒരു ജഡ്ജ് അതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ നിയമം വായിക്കുന്നത് ഓരോ വേർഡ്സ് തന്നെയായിരിക്കും, ഓരോ സെന്റൻസുകളായിരിക്കും. പക്ഷെ അതിന് അർത്ഥം രണ്ടുപേരും രണ്ട് രീതിയിലാണ് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്, ലാറ്റിൻ ടേം ആണ് എറ്റ്സെറ്ററ, ETC. അപ്പോ അതെ, അപ്പോൾ നമ്മൾ ഈ എറ്റ്സെറ്ററ ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ അത് എന്തൊക്കെയായിട്ട് കണക്കാക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതുപോലെ ധാരാളം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓരോ നിയമം, ഓരോ ഇപ്പോൾ ഷാൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ് അത് അർത്ഥമാക്കുന്നത്, വില്ലാണെങ്കിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ആ ഓരോ നിയമവും എങ്ങനെ വായിക്കണം എന്ന് മനസ്സിലാക്കാനുള്ള, എങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള സ്പെസിഫിക് ട്രെയിനിങ് ആണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. അത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. പിന്നെ ഈ ലീഗൽ ഡ്രാഫ്റ്റിങ്ങിനെ പറ്റിയിട്ട് പലതരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഒരു ലോയറുടെ വർക്കിന്റെ വളരെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ഈ ലീഗൽ ഡ്രാഫ്റ്റിംഗ്, പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ലേറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചു കാലമായി ഇപ്പോൾ എമർജിങ് ഒരു നിയമമാണ് കൺസ്യൂമർ ലോ. കൺസ്യൂമർ നിയമത്തിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് കോൺട്രാക്ട് ലോ, കരാറുകളെ സംബന്ധിച്ച നിയമം. പലതരത്തിലുള്ള കരാറുകൾ, അതിന്റെ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ്, അതിനെ സംബന്ധിച്ച ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി അതുണ്ടായിരിക്കും. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലോ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പിന്നെ ടാക്സേഷനെ സംബന്ധിച്ച, നികുതിയെ സംബന്ധിച്ച വിഷയങ്ങൾ അത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഈ കമ്പനികളൊക്കെ ഉണ്ടല്ലോ, ഈ കമ്പനികളെ സംബന്ധിക്കുന്ന നിയമങ്ങൾ, കോർപ്പറേറ്റ് ലോ എന്ന് പറയും, അതൊരു സ്പെസിഫിക് ബ്രാഞ്ച് തന്നെയാണ്. അതിനെ പറ്റിയിട്ട് നമുക്ക് ഈ ലോയ്ക്ക് നമുക്ക് പഠിക്കാനുണ്ടാവും. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളെ പറ്റിയിട്ടുള്ള നിയമങ്ങൾ, അതുപോലെ കോമ്പറ്റീഷൻ ലോ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നിയമം, അതായത് നമ്മൾ കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, പേറ്റന്റ്, ഇവയൊക്കെ ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിയമങ്ങൾ. കുറെ സബ്ജക്റ്റുകളെ ടച്ച് ചെയ്ത് പോകുന്ന ഒരു കോഴ്സാണ് LLB കോഴ്സ്. സോ 12ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ലോയിൽ ഒരു ബിരുദം കരസ്ഥമാക്കിയ ഒരാള്, അതിനുശേഷം ഹയർ സ്റ്റഡീസിന് പോകണ്ട, മറിച്ച് ഒരു ജോലിക്ക് പോകണം എന്ന് തീരുമാനമെടുക്കുകയാണ് എങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ജോബ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? നല്ലൊരു ചോദ്യമാണത്. ഇപ്പോൾ ട്രഡീഷണൽ സെൻസിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാധാരണഗതിയിൽ ജനങ്ങളുടെ ഒരു പെർസെപ്ഷൻ എന്താണെങ്കിൽ, ഈ നമ്മൾ ലോ കഴിഞ്ഞാൽ, LLB കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ പോയി എൻറോൾ ചെയ്യുക, ഒരു ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഇത് മാത്രമായിരുന്നു നമുക്ക് സാധാരണ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ. അത് പൊതുജനത്തിന്റെ പെർസെപ്ഷനും അത് തന്നെയായിരുന്നു. ഇതിൽ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും, ഏതെല്ലാം പ്രൊഫഷനുകളോ അതിലെല്ലാറ്റിലും നിയമത്തിൻ്റെതായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും ലോയേഴ്സിന് ആവശ്യമാണ്, അല്ലെങ്കിൽ ലോ ഗ്രാജുവേറ്റ്സിന് ആവശ്യമാണ്. പ്രധാനപ്പെട്ട ഒരു 2-3 കുറച്ച് ഓപ്ഷൻസ് ഞാൻ പറയാം. ഉദാഹരണത്തിന്, ഒരു ലോയർക്ക് കോടതിയിൽ പ്രാക്ടീസിന് പോകണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ലോ ഗ്രാജുവേറ്റിന് നമുക്ക് അയാൾ ലോയർ ആയിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ലോ അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ടാക്സ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ഇൻകം ടാക്സോ സെയിൽ ടാക്സോ അതിൽ പ്രാക്ടീസ് ചെയ്യാം. അയാൾ ലോയർ ആയിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടാക്സ് അതോറിറ്റീസിന്റെ മുമ്പിൽ ഇയാൾക്ക് അപ്പിയർ ചെയ്യാം. പിന്നെ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ നോട്ടറി പബ്ലിക് ആയിട്ട് അപ്പോയിന്റഡ് ആവാം. അതുപോലെ തന്നെ ലോയർ ആയിട്ടില്ലെങ്കിലും ഇദ്ദേഹം ലോ ഗ്രാജുവേറ്റ് ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പോലീസ് ഫോഴ്സിൽ നമുക്ക് കയറാം. അതുപോലെ നമുക്ക് എൻറോൾമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആംഡ് ഫോഴ്സസിലെ ജഡ്ജ് അഡ്വക്കേറ്റ് എന്ന പൊസിഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവര് ഈ ആംഡ് ഫോഴ്സസിലെ ഈ മിലിറ്ററി ലോ ആയിട്ട് ബന്ധപ്പെട്ടും കോർട്ട് മാർഷലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അഡ്വൈസ് ചെയ്യാനാണത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആർബിട്രേഷൻ എന്നൊരു മേഖല ഞാൻ നേരത്തെ പറഞ്ഞു. ഈ മേഖലയിലും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് കോടതി എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു കരാറിനെ സംബന്ധിച്ച് ആ കരാറിൽ അതിൽ കക്ഷികളായിട്ട് ആൾക്കാർ തീരുമാനിക്കുകയാണ്, ഞങ്ങൾക്ക് ഈ കരാറിനെ പറ്റിയിട്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ
ഞങ്ങൾ ഒരു പ്രൈവറ്റ് ജഡ്ജിനെ, അതായത് ആർബിട്രേറ്ററെ ആണ് അപ്പോയിന്റ് ചെയ്യുക. ആ ആള് പറയുന്ന, ആർബിട്രേറ്റർ പറയുന്ന അല്ലെങ്കിൽ ആർബിട്രേറ്റ് ട്രൈബ്യൂണൽ പറയുന്ന ഇത് ഫൈനലായിരിക്കും. അപ്പോൾ അത്തരം കേസുകളിൽ അവിടെ ജഡ്ജിന്റെ പൊസിഷനിൽ, അതായത് ആർബിട്രേറ്റ് ട്രൈബ്യൂണൽ ആയിട്ടിരിക്കാനും അതിൽ രണ്ട് സൈഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആർബിട്രേറ്റേഴ്സ് ആയിട്ടും ഒക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ലോ പ്രൊഫസേഴ്സ് ആയിട്ട്, ലോ ടീച്ചിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. പിന്നെ ലോ ക്ലർക്കുകളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഈ ബാങ്കിങ് മേഖല. എല്ലാ ബാങ്കുകളിലും നമുക്ക് ലോയേഴ്സിന് ആവശ്യമാണ്, അല്ലെങ്കിൽ ലോ പ്രൊഫഷണൽസിന് ആവശ്യമാണ്. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ആ ഏരിയയിലുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഈ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും കരാർ എഴുതാനാണെങ്കിലോ, എന്തെങ്കിലും പ്രോപ്പർട്ടി നമ്മൾ സെയിൽ ചെയ്യാനാണെങ്കിലോ പർച്ചേസ് ചെയ്യാനാണെങ്കിലോ ഒക്കെ ലീഗൽ ഡോക്യുമെന്റേഷൻ ആവശ്യമാണ്. വളരെയധികം ആൾക്കാർ വർക്ക് ചെയ്യുന്ന വേറൊരു ഏരിയയാണ് ജേർണലിസം. നമുക്ക് ജേർണലിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു നിയമത്തിലുള്ള ഒരു നോളജ് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. പിന്നെ ഈ എഡിറ്റിംഗ് ജോബ്സ്, ഈ ലോ ആയിട്ട് ബന്ധപ്പെട്ട ധാരാളം ന്യൂസുകൾ വരുന്ന, നേരത്തെ ഞാൻ പറഞ്ഞു, ഇതുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികൾ. പിന്നെ ഓരോ ലോയേഴ്സിന്റെ ഓഫീസിലും സഹായിക്കാനായിട്ട് ഒരു ടീം ഉണ്ടായിരിക്കും. അങ്ങനെ പാരാലീഗൽസ് എന്നാണ് പറയുക. നമ്മുടെ നാട്ടിൽ പ്രചാരം ആർജിച്ചു വരുന്നുള്ളൂ. എന്നാലും ഈ ഓരോ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ പാരാലീഗൽസ്, ഇത്തരം പൊസിഷനുകളിൽ നമുക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്. പിന്നെ ലോ ലൈബ്രറിയൻ ആയിട്ട് നമുക്ക് ഒരു ലോ കോളേജിൽ നമുക്ക് ഒരു ലൈബ്രറിയൻ ആവശ്യമാണ്. അപ്പോൾ ആ ഓരോ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പലതരത്തിലുള്ള ബുക്കുകളുണ്ട്, പല വർഷങ്ങൾ, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ നല്ലൊരു നോളജ് വേണം. അപ്പോൾ ലോ ലൈബ്രറിയൻസ്. പിന്നെ ഈ ഫോറൻസിക്, ഈ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഇതുകളിൽ ഒക്കെ, ഈ കുറ്റാന്വേഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, സൈബർ ലോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഇതൊക്കെ ധാരാളം ജോലിസ്. അത് നമുക്ക് പറഞ്ഞു തീരില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊക്കെ പ്രൊഫഷൻ ഉണ്ടോ അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷനാണ് LLB. ഒരു വൈഡ് അറേ ഓഫ് ഓപ്ഷൻസ് ആണ് അഡ്വക്കേറ്റ് ഇപ്പൊ നമുക്ക് മുമ്പിൽ തുറന്നു. അതും ഈ പറയുന്ന പോലെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഡയറക്റ്റ് ജോബിന് ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇനി ഡയറക്റ്റ് ജോബിന് ശ്രമിക്കാതെ ഹയർ സ്റ്റഡീസിന് പോകണം എന്ന് തീരുമാനിക്കുകയാണ്. അത് ലോയിൽ തന്നെ, ലോ അല്ലാതെ ഒരുപാട് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷെ ലോയിൽ തന്നെ മാസ്റ്റേഴ്സ് എടുക്കണമെന്ന് തീരുമാനിച്ചാൽ അവിടെ എന്താണ് നമുക്ക് കോഴ്സ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ അതിൽ സ്പെഷ്യലൈസേഷനുകൾ എന്തൊക്കെയാണുള്ളത്? അതിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെങ്കിൽ, ഒരു ലോയർ എന്നുള്ള നിലയ്ക്കോ ഒരു ജഡ്ജ് എന്നുള്ള നിലയ്ക്കോ നമുക്ക് ഒരു LLBയിൽ കവിഞ്ഞ് കൂടുതലായ ഡിഗ്രി ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരു ലോയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനും സുപ്രീം കോടതി ജഡ്ജ് ആവാനും LLB മാത്രം മതി. പിന്നെ ഓഫ് കോഴ്സ് അയാളുടെ സ്കില്ലും അതൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ അതിൽ വലിയ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പൊ ബാക്കി പ്രൊഫഷനുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലോ പ്രൊഫഷന്റെ, ലീഗൽ പ്രൊഫഷന്റെ ഒരു പ്രത്യേകതയാണ് അത്. നമ്മൾ കുറെ ഡിഗ്രികൾ എടുത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ നല്ല ലോയറായി എന്ന് അർത്ഥമില്ല. അപ്പോൾ അതാണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്ക് ഹയർ സ്റ്റഡീസ് ഉണ്ട്, നമുക്ക് അതിനോട് അക്കാദമിക് താല്പര്യമുള്ളവർക്ക് നമുക്ക് അതിന് പോവാം. ചില ജോലികൾക്ക് ഹയർ സ്റ്റഡീസ് ആവശ്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ലോ ടീച്ചിങ് എയിം ചെയ്തിട്ടുള്ള ഒരാൾക്ക് നമുക്ക് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഹയർ സ്റ്റഡീസ് നമുക്ക് പോകണം. ബേസിക് ആയിട്ട് പറയാനുള്ളത് LLM എന്ന കോഴ്സിനെ കുറിച്ചാണ്. ഈ LLM കോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കോഴ്സ് 2 കൊല്ലത്തെ കോഴ്സാണ്, അതുണ്ട്. പിന്നെ ലോയിൽ നമുക്ക് MPhil എടുക്കാം, പിന്നെ PhD ഉണ്ട്, പിന്നെ LLD ഡോക്ടർ ഓഫ് ലോ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും കരിക്കുലവും ഉണ്ടായിരിക്കും. പിന്നെ ഇതൊന്നും അല്ലാതെ ധാരാളം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകളും ഓരോ നിയമ സബ്ജക്റ്റിനെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ LLMനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല സബ്ജക്ട്സ് ഉണ്ട്. ഇപ്പോൾ ബിസിനസ് ലോ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഇങ്ങനെ തുടങ്ങി പല മേഖലകളിലും LLM അവൈലബിൾ ആണ് പല യൂണിവേഴ്സിറ്റികളും. വളരെ ഇൻട്രസ്റ്റിംഗ് പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിരുന്നു അത്. കാരണം മറ്റു പല ജോലികൾക്കും നമ്മൾ ഈ പറയുന്ന കണക്ക് ഒരുപാട് ഡിഗ്രികളുടെ ആവശ്യം, ഹയർ ഡിഗ്രീസിന്റെ ആവശ്യം വേണ്ടി വരും. പക്ഷെ ഇവിടെ ആ ബേസിക് ലോ ഡിഗ്രി ഉണ്ട് എങ്കിൽ തന്നെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ജഡ്ജി ആകണമെങ്കിൽ അതിനൊരു പ്രായപരിധി ഉണ്ടോ? എന്ത് പരീക്ഷ എഴുതിയിട്ടാണ് നമ്മൾ ജഡ്ജി ആവുക? എന്താണ് നമ്മളെ അതിന് എലിജിബിൾ ആക്കുക? ഇപ്പം ഈ ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുള്ളത് ഈ 2 ഗ്രേഡ് ഉണ്ട്. അതായത് ലോവർ ഗ്രേഡും ഉണ്ട്, ഹയർ ഗ്രേഡ് ജുഡീഷ്യറി ഉണ്ട്. ഇപ്പോൾ ഒരാള് ലോ കഴിഞ്ഞ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആൾക്ക് ലോവർ ജുഡീഷ്യറിയിലേക്ക് അതിന്റെ ടെസ്റ്റ് എഴുതാനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ടെസ്റ്റ് പാസ്സായി, ആ ഇന്റർവ്യൂ പാസ്സായി, അതിന്റെ സെലക്ഷൻ പ്രോസസ്സും അവരുടെ ട്രെയിനിങ് കഴിഞ്ഞാൽ ഹി വിൽ ബി അപ്പോയിന്റഡ് ആസ് എ
ജഡ്ജ് ഇൻ ദ ലോവർ ജുഡീഷ്യറി, ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ അപ്പോയിന്റ്മെന്റ് നമുക്ക് കിട്ടും. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിനുള്ള അറ്റംപ്റ്റ് നടത്താവുന്നതാണ്. അങ്ങനെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുനിസിപ്പായിട്ടോ മജിസ്ട്രേറ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് വിവിധ കോടതികളിൽ നമുക്ക് അപ്പോയിന്റഡ് ആവും ആഫ്റ്റർ ട്രെയിനിങ്. ഇനി അത് കഴിഞ്ഞാൽ ഹയർ ജുഡീഷ്യറി. ഇപ്പോൾ ഹയർ ജുഡീഷ്യറിയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരു വക്കീല് അല്ലെങ്കിൽ ഒരു ലോയർ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി 7 കൊല്ലത്തെ എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞാൽ ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന് ഹയർ ജുഡീഷ്യറിയിലേക്കുള്ള ഡയറക്റ്റ് എക്സാം എഴുതാവുന്നതാണ്. അങ്ങനെ ഡയറക്റ്റ് എക്സാം എഴുതി അതിൽ ഇതേപോലെ തന്നെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജായിട്ട് അപ്പോയിന്റഡ് ആവും. പിന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമുള്ള അപ്പോയിന്റ്മെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലാണ്, 2 സ്ട്രീമിൽ കൂടിയാണ് അപ്പോയിന്റ്മെന്റ് വരുന്നത്. ഒന്ന്, ലോവർ ജുഡീഷ്യറിയിൽ നിന്ന് പ്രൊമോട്ടഡ് ആയിട്ട് വരുന്ന ജഡ്ജസ്. ഹൈക്കോടതിയിലേക്കാണെങ്കിൽ ജില്ലാ ജഡ്ജസ് പ്രൊമോട്ടഡ് ആയിട്ട് വരും. സുപ്രീം കോടതിയിലാണെങ്കിൽ ഹൈക്കോടതികളിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് വരുന്ന ജഡ്ജസ്. രണ്ടാമത്തെ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത് ബാറുകളിൽ, ബാർ എന്ന് പറഞ്ഞാൽ ലോയേഴ്സിന്റെ കളക്റ്റീവായിട്ട് പറയുന്നതാണ് ബാറെന്ന്. ഇപ്പോൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയേഴ്സിൽ നിന്ന് നിശ്ചിത പ്രാക്ടീസ് ഉള്ള ആൾക്കാരെ ഡയറക്റ്റ് ആയിട്ട് ജഡ്ജസിനെ, അതായത് സീനിയർ ജഡ്ജസിനെ ഇവരെ റെക്കമെൻഡ് ചെയ്ത് ജഡ്ജാക്കാനായിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയറുകളുണ്ട്. ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റും ഉണ്ട്. ഇതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയേഴ്സിൽ നിന്ന് സുപ്രീം കോടതി ജഡ്ജസ് ആയിട്ടും ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഇങ്ങനെ 2 മോഡാണ്. ഒന്ന്, നമുക്ക് ലോവർ ജുഡീഷ്യറിയിൽ കയറി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഉയർന്നു വരാം, അത് നമ്മൾ ത്രൂ പ്രൊമോഷൻ. 2, ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ്. ഇങ്ങനെ 2 മോഡാണ് പ്രധാനമായിട്ടുള്ളത്. പണ്ട് നമ്മൾ കേൾക്കുമായിരുന്നു, ഒരു ലോയർ ആകണമെങ്കിൽ ഒരുപാട് വർഷം പഠനം കഴിഞ്ഞ് ഒരു സീനിയർ ലോയറിന്റെ കീഴിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് അവസാനം മൂക്കേ പല്ല് വരുമ്പോഴാണോ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. ഇത് കുറെ കാലം കൊണ്ട് നാട്ടിലുള്ള, അതായത് ഒരു ലേമാന്റെ ഇടയിലുള്ള ഒരു സംസാരമാണിത്. ഇതിനെ ഒരു ക്ലാരിറ്റി തരാമോ? ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് നമ്മളൊരു ലോ അല്ലെങ്കിൽ LLB ഡിഗ്രി നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നിയമങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് അവയർനെസ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ ലീഗൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അത് സ്കിൽ ബേസ്ഡ് പ്രൊഫഷനും കൂടിയാണ്. നമുക്ക് തിയറിറ്റിക്കൽ നോളജ് വളരെ എസെൻഷ്യൽ ആണ്, സ്കില്ല് നമ്മൾ ആർജിച്ചെടുക്കണം. ത്രൂ എക്സ്പീരിയൻസിന് വലിയ സ്ഥാനമുണ്ട്. അപ്പോൾ തിയറിറ്റിക്കലി ഒരു ജസ്റ്റ് LLB കഴിഞ്ഞ് എൻറോൾ ചെയ്ത ആള് ഈസ് എ ഫുൾ ഫ്ലെഡ്ജ് ലോയർ, എല്ലാ നിലയ്ക്കും ഒരു ലോയർ തന്നെയാണെങ്കിലും ഇൻ റിയാലിറ്റിയിൽ വരുമ്പോൾ അദ്ദേഹം കണ്ടമാനം കാര്യങ്ങൾ ഇനിയും പഠിക്കാൻ കിടക്കുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പഠിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിക്കാനായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മെത്തേഡ് ഓൾ ഓവർ ദ വേൾഡ് ചെയ്യുന്ന എന്താണെങ്കിൽ നമ്മൾ ഒരു സീനിയർ ലോയറുടെ കീഴിൽ അദ്ദേഹത്തിന്റെ ചെറുകനടിയിൽ നമ്മൾ ട്രെയിനിങ്ങിന് നമ്മൾ കയറും. അപ്പോൾ നമ്മൾ ജൂനിയേഴ്സ് ആയിട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഓരോ വർക്കുകളിലും നമ്മൾ ഇദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മെന്റർഷിപ്പിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക, ഇദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുക. അപ്പോൾ അത്തരം അത് നമ്മൾ എത്ര നാൾ ചെയ്യുന്നു എന്നുള്ളത് ഓരോരുത്തരുടെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ടിപ്പിക്കലി ഒരു 4-5 കൊല്ലമൊക്കെ പലപ്പോഴും അത് നമുക്ക് വേണ്ടി വരും. ഒരു നല്ലൊരു ലോയറായിട്ട് നമുക്ക് പുറത്തിറങ്ങാനായിട്ട് സാധാരണഗതിയിൽ 4-5 കൊല്ലം നമ്മളൊരു നല്ലൊരു സീനിയറുടെ കീഴിൽ, അതായത് നല്ല സപ്പോർട്ടുള്ള ഒരു ഓഫീസിൽ പലതരത്തിലുള്ള വർക്കുകൾ അസിസ്റ്റ് ചെയ്തും അതിനിടയിൽ തന്നെത്താൻ ചെയ്തും അതിൽ നമ്മൾ കറക്ഷൻസ് സീനിയേഴ്സിൻ്റെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയും ആ ഒരു ഗ്രൂവലിംഗ് പ്രോസസ് ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഈ കോടതിയിലൊക്കെ എഴുതി കൊടുക്കുന്ന ഒരു മാറ്റർ നമ്മൾ തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലയന്റിന് ഗുണമല്ല ഉണ്ടാവുക, ദോഷമാണ് ഉണ്ടാവുക. അത് എഴുതി കൊടുത്ത കാര്യം നമുക്ക് മാറ്റാൻ പലപ്പോഴും പറ്റില്ല, ചില കാര്യങ്ങളിലൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പം ക്രോസ് എക്സാമിനേഷൻ മനസ്സിലാക്കാനുള്ളത്, ഒരു ലോയറുടെ ഒരു പ്രത്യേകിച്ചും ഒരു ട്രയൽ കോർട്ട് ലോയറുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ക്രോസ് എക്സാമിനേഷൻ എന്ന സ്കില്ല്. നമ്മൾ സ്വിം ചെയ്യാതെ വെള്ളത്തിൽ ഇറങ്ങാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ക്രോസ് എക്സാമിനേഷൻ. പക്ഷേ അതിൽ കുറച്ച് ബേസിക്സ് ഉണ്ട്, ചില കാര്യങ്ങളും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. ഇത് നമുക്ക് ഒരു ലോ കോളേജിൽ നിന്ന് മുഴുവൻ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവിടെ നമുക്ക് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കേസുകൾ കൊടുത്ത് അതിനെ പറ്റി സ്റ്റഡി ചെയ്യാം, കുറച്ച് അതിന്റെ ഒരു മോക്കൊക്കെ ചെയ്യാന്നുണ്ടെങ്കിലും റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഒരു ആക്ച്വൽ കേസിന്റെ ഫാക്ട്സിൽ അത് വെച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരാള് പറയുന്ന കാര്യം ശരിയല്ല എന്ന് അയാളെ കൊണ്ട് തന്നെ സ്ഥാപിപ്പിക്കുന്ന രീതിയാണ് ക്രോസ് എക്സാമിനേഷൻ. അല്ലെങ്കിൽ അയാളുടെ ക്രെഡിബിലിറ്റി നമ്മൾ ഇല്ലാതാക്കുന്ന ഒരു സ്കില്ലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓവർനൈറ്റ് നമുക്ക് വരില്ല. അത് നമ്മൾ കണ്ടമാനം ഒബ്സർവ് ചെയ്യണം. കോടതി റൂമുകൾ നമ്മളെ കേസ് അല്ലെങ്കിൽ നമ്മൾ അവിടെ കാലത്തോട്ട് വൈകുന്നേരം വരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുന്നത്, എന്ത് ചോദിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് റിപ്ലൈ വരും, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് ധാരാളം നാളത്തെ പ്രാക്ടീസ് ആവശ്യമാണ്.
നമ്മൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഈ സീനിയറുടെ മെന്റർഷിപ്പിൽ നമ്മൾ കഴിയേണ്ടത് ആവശ്യമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ലോയർ ആവാൻ ഇൻ ഫുൾ ഫ്ലെഡ്ജ്ഡ് ലോയർ ടെക്നിക്കലി ആവുന്നുണ്ടെങ്കിലും ഒരു ഏബിൾ ആയിട്ടുള്ള ലോയർ ആവാനായിട്ട് ഇറ്റ് ടേക്സ് എ വൈൽ. പക്ഷെ അത് ഈ നേരത്തെ പറഞ്ഞ പോലെ കണ്ടമാനം അൺഡ്യൂലി ലോങ് ടൈം ഒന്നുമല്ല. ഡിപ്പെൻഡിങ് ഓൺ ഈച്ച് പേഴ്സൺസ് ആപ്റ്റിറ്റ്യൂഡ് യു ക്യാൻ ലേൺ തിങ്സ് അല്ലേ. പലരും പല രീതിയിലും പല സമയത്തുമാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന്റെ പേസ് വ്യത്യാസം ഉണ്ടായിരിക്കും. നോർമലി 2-3 അല്ലെങ്കിൽ ഒരു 5 കൊല്ലം വരെ ഉണ്ടെങ്കിൽ കിട്ടും. 10-15 കൊല്ലം വളരെ എമിനന്റ് ആയിട്ടുള്ള ലോയേഴ്സിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർ ജൂനിയേഴ്സിനാണ് പേരുന്നുണ്ടെങ്കിലും വെർച്വലി ദേ ആർ ആസ് ഗുഡ് ആസ് എനി സീനിയർ. അങ്ങനെ നിൽക്കുന്ന അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ ബേസിക് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇതെനിക്ക് പണ്ടേ ഉണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു. കാരണം സിനിമകൾ തരുന്ന ഇൻഫർമേഷൻ ഒന്നാണ്, ആളുകൾ പറയുന്നത് ഒന്നാണ്. പലരും വന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ആൾക്കാർ ഈ ലോ എടുക്കണം എന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും പ്രധാനമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, സ്പെസിഫിക്കലി ഈ ചെറിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരു കോമൺ മാനിന്റെ ഇടയിൽ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോഴത്തേനും ലോയെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാനത് അഡ്വക്കേറ്റിനെ കൊണ്ട് തന്നെ പറയിച്ചത്. ഇതൊരു കോമൺ കൺഫ്യൂഷൻ ആണ്. ഫൈൻ. സോ നമ്മൾ ഇന്ത്യയിലെ ലോ കംപ്ലീറ്റ് ചെയ്തു. ഒരാൾക്ക് വിദേശത്ത് പോയിട്ട് ലോയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ലോ പഠിച്ചിട്ട്? ഓരോ രാജ്യത്തിലും നിയമങ്ങൾ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ നിയമങ്ങൾ തമ്മിലൊക്കെ സത്യത്തിൽ ഒരു കോമൺ ത്രെഡും ഉണ്ട്. ആസ് ഓഫ് നൗ നമ്മൾ ഇവിടെ നല്ലൊരു കോളേജിലാണ് പഠിച്ചെങ്കിൽ, അംഗീകൃതമായിട്ടുള്ള ഒരു കോളേജിൽ അംഗീകൃതമായ ഒരു ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചതെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് പറയാം അവിടെ പല രാജ്യങ്ങളിലും മിക്ക രാജ്യങ്ങളിലും അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് ഒരു ലോയർ ആയിട്ട് എൻറോൾ ചെയ്യാൻ പറ്റില്ല. അതിന്റെ അവിടുത്തെ ഇപ്പൊ അമേരിക്കയിൽ പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലും നിയമങ്ങൾ വ്യത്യാസമുണ്ട്, ഓരോന്നിലും സ്പെസിഫിക്കേഷൻസ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ നിയമം അനുസരിച്ചുള്ള ആ ക്വാളിഫയിങ് എക്സാം നമ്മൾ കടക്കണം. അല്ലെങ്കിൽ ബാറൊക്കെ പല പേരിലാണ്. അത് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ വി ക്യാൻ വെരി വെൽ പ്രാക്ടീസ് ആസ് എ ലോയർ. എഗെയിൻ പണ്ട് മുതലേ ഉള്ളൊരു സംസാരമാണ്, നന്നായി സംസാരിക്കാൻ കഴിയുന്നവനോട് എപ്പോഴും ആളുകൾ പറയും നീ ഒരു ലോയർ ആകണം, വലുതാകുമ്പോഴത്തേനും ലോ പഠിക്കണം. ശരിക്കും നന്നായി സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണോ ഒരു ലോയർ ആകാൻ വേണ്ടിയിട്ട് ഒരു നമ്മളൊരു ഫാക്ടർ ആയിട്ട് കണക്കാക്കുമ്പോഴത്തേനും അതാണോ ഒരു ഫാക്ടർ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്, അതോ ആർ ദെയർ മെനി അതർ മേജർ തിങ്സ് ദാറ്റ് ഹാസ് ടു ബി കൺസിഡർഡ്? ഓഫ് കോഴ്സ് നമുക്ക് സംസാരിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി വലിയൊരു ഫാക്ടർ തന്നെയാണ്. സ്റ്റേജ് ഫ്രൈറ്റ് ഓവർകം ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായിട്ടും ഇഫക്റ്റീവായിട്ടും പറയാൻ സാധിക്കണം. പിന്നെ സംസാരിച്ചത് കൊണ്ട് മാത്രം ഒരു ലോയർ ആവില്ല. ഇപ്പം നമ്മൾ എന്തുമാത്രം പറയുന്നു എന്നുള്ളതല്ല, എന്താണ് പറയുന്നത്, എങ്ങനെയാണ് പറയുന്നത് എന്നതൊക്കെ അതിലത്തെ വിഷയമാണ്. ബൈ റൈറ്റിംഗ് ആയാലും സംസാരത്തിലായാലും ഈ നമ്മളുടെ ബോഡി ജസ്റ്റേഴ്സിൽ പോലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതൊക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതോടൊപ്പം തന്നെ പല ക്വാളിറ്റീസും ഒരു ലോയേഴ്സിന് ആവശ്യമാണ്. പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനലിറ്റിക്കൽ മൈൻഡ്. എന്ത് കാര്യം കണ്ടു കഴിഞ്ഞാലും അത് അനലൈസ് ചെയ്യാൻ, സംഭവങ്ങളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും അനലൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ഷൂട്ട്നെസ്, ബാക്കിയുള്ളവർ കാണാത്ത കാര്യങ്ങൾ കാണാനുള്ള ഒരു എബിലിറ്റി. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ലേമാൻ ഒരു കാര്യം വായിക്കുന്നതും ഒരു ലോയർ ഒരു കാര്യം വായിക്കുന്നതും വേറെ അർത്ഥങ്ങളായിരിക്കും രണ്ടുപേർക്കും കിട്ടുക. അതായത് റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് എന്ന ഒരു സ്കില്ലുണ്ട്. അതുപോലെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ഒബ്സർവേഷൻ. ഒരു ക്രോസ് എക്സാമിനേഷൻ നടത്തുമ്പോൾ ഈ ക്രോസ് എക്സാമിൻ ചെയ്യപ്പെടുന്ന ആ വിറ്റ്നസിന്റെ മുഖത്ത് വരുന്ന മൈക്രോ എക്സ്പ്രഷൻസ് അത് വരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് ലിസണിങ് സ്കിൽ, ഒരു വില്ലിങ്നെസ് ടു വർക്ക് റിയലി ഹാർഡ്. അതായത് രാത്രിയും പകലും ഇല്ലാതെ വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. നമുക്ക് ചിലപ്പോൾ കേസുകൾ, ഇപ്പോൾ ഒരു ക്ലയന്റ് പെട്ടെന്ന് വന്നിട്ട് ചിലപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന നേരത്താവും പെട്ടെന്ന് ഒരു അർജൻസി പറഞ്ഞ് നമ്മളെ ചിലപ്പോൾ വിളിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല, പിറ്റേ ദിവസം കാലത്ത് നമുക്ക് ഫയൽ ചെയ്ത് ചിലപ്പോൾ ഓർഡർ മേടിക്കുന്ന മാറ്റർ ആയിരിക്കും. അത് പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ്. അതാണ് നെക്സ്റ്റ് പോയിന്റ്. നമുക്ക് ദ കമ്മിറ്റ്മെന്റ് ടു ദ പ്രൊഫഷൻ, നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനോടുള്ള നമ്മുടെ ആ ഒരു കമ്മിറ്റ്മെന്റ്, ആ കോൺഷ്യസ്നെസ് പറയില്ലേ, അതൊക്കെ നമുക്ക് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ലോയർക്ക് വേണ്ടത് ഓണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റിയാണ്. നമ്മൾ പലപ്പോഴും പറയും ലോയേഴ്സ് നുണ പറയുന്നതാണെന്ന് പറയും, തമാശയാണ് ഇപ്പോൾ വേൾഡ് ഓവർ. പക്ഷെ ഒരിക്കലും നമ്മൾ പ്രൊഫഷനിൽ കള്ളത്തരം കാണിക്കാൻ പാടില്ല. നമ്മളൊരു ക്ലയന്റിനെ ചീറ്റ് ചെയ്യാൻ പാടില്ല. പലപ്പോഴും പല തരത്തിലുള്ള നമുക്ക് പ്രലോഭനങ്ങൾ വരാം. പക്ഷെ എന്നിരുന്നാലും ആ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ആ പേഴ്സണൽ ഇന്റഗ്രിറ്റി, നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കാനും
താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറിപ്പോകാതിരിക്കാനൊക്കെയുള്ള ഒരു മെന്റൽ ഫൈബർ ഉണ്ടല്ലോ, അത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇത് വേണം. ഈ എബിലിറ്റീസ് ഒക്കെ ഇതിൽ വളരെ ആവശ്യമാണ്. ഫാസ്റ്റ് തിങ്കിങ്, ഒബ്സർവേഷൻ, ലിസണിങ്, എവറിത്തിങ്. താങ്ക് യു സോ മച്ച് അഡ്വക്കേറ്റ് രഞ്ജിത്ത്. കാരണം ഒരുപാട് നമ്മൾ അറിയാത്ത ഇൻഫർമേഷനിലൂടെ നമ്മളെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ആൻഡ് ഐ എം ഷുവർ എനിക്ക് തന്നെ ഇപ്പോഴും വേറെ കുറച്ച് കാര്യങ്ങളിൽ ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ ഇതിന് എന്തായാലും ഒരു പാർട്ട് 2 വേണ്ടി വരും. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഐ എം ഷുവർ ഒരുപാട് ആൾക്കാർക്ക് വേറെയും ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പൊ കുറച്ച് സമയം കൂടി ഒന്ന് ഞങ്ങൾക്ക് വീണ്ടും തരേണ്ടി വരും. wherein we will be asking a lot of other doubts too. Will you please? തീർച്ചയായിട്ടും we'll do that. Thank you so much. Thank you. അഡ്വക്കേറ്റ് രഞ്ജിത്ത് വളരെ വിശദമായി തന്നെ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്ന് എനിക്കറിയാം. ആ ചോദ്യങ്ങളൊക്കെയും ഈ വീഡിയോയുടെ കമന്റുകളായി പോന്നോട്ടെ. ആ ചോദ്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഒരു പ്രാവശ്യം കൂടി നമുക്ക് അഡ്വക്കേറ്റ് രഞ്ജിത്തുമായി ഒന്നിരിക്കാം. എന്നിട്ട് ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാം. ഇനി നിങ്ങൾ ഈ സംശയങ്ങളൊക്കെ മാറ്റി, അതുപോലെ കൂട്ടുകാർക്കും ഉണ്ടാവും ഒരുപാട് സംശയങ്ങൾ. അതുകൊണ്ട് അവർ കൂടി അറിഞ്ഞോട്ടെ എങ്ങനെയാണ് ഒരു വക്കീലാകേണ്ടതെന്ന്. മറക്കാതെ വീഡിയോ ഷെയർ ചെയ്യുക. ബൈ.